നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ യൗവനക്കാർക്ക് അതുപോലെ പ്രായമായവർക്കൊക്കെ തന്നെ ഒരുപോലെ കണ്ടുവരുന്ന ചില പ്രശ്നങ്ങളാണ് അമിതമായിട്ട് ക്ഷീണം വരിക, മടി വരിക, കൂടെ കൂടെ ശരീരത്തിൽ അവിടെ ഇവിടെയായിട്ട് വേദനകൾ അമിതമായിട്ട് വരിക, ഉറക്കം ശരിയായിട്ട് ലഭിക്കാതെ വരിക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ. കൂടാതെ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പൊ ഇതിന് പ്രധാനപ്പെട്ട റീസണുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള രണ്ട് വിറ്റമിൻസുകളുടെ കുറവ് മൂലമാണ്. ഒന്ന് വിറ്റമിൻ ഡിയും മറ്റൊന്ന് വിറ്റമിൻ ബിയുമാണ്. ഇവ രണ്ടും തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രധാന റോളുകൾ വഹിക്കുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണവ എന്നുള്ളതും ഇവ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തുടക്കത്തിൽ കാണിക്കുന്ന, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഇവ രണ്ടും ഒരുമിച്ച് കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണ രീതിയും കൂടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വിറ്റമിൻ ഡി അല്ലെങ്കിൽ വിറ്റമിൻ ബി എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. വിറ്റമിൻ ഡി ആകട്ടെ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യം, അതുപോലെ ബോൺസുകളുടെ ആരോഗ്യം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണെങ്കിൽ, വിറ്റമിൻ ബി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളിനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, DNA ഫംഗ്ഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്ത്, ഹെയർ ഹെൽത്ത്, നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വിറ്റമിൻ ബി ആവശ്യമാണ്. നമ്മുടെ നെർവ്സിന്റെ അല്ലെങ്കിൽ ഞരമ്പുകളുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട്, പലർക്കും വേദനകൾ അമിതമായിട്ട് ഉണ്ടാകുന്നത് ഈ ഒരു വിറ്റമിൻ B12 കുറയുന്ന സമയത്ത് ഞരമ്പുകളുടെ ഫങ്ഷൻസ് കുറവായിട്ട് വരികയും ഇതിലൂടെ നമുക്ക് വേദനകൾ വരാം. അതുപോലെ പലതരത്തിലുള്ള ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ടുകൾ വരാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട റോളുകൾ വഹിക്കുന്നതാണ് ഈ രണ്ട് വിറ്റമിൻസുകളും. അപ്പൊ ഇവ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ആദ്യം വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കുന്ന പ്രധാന ചില ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഏറ്റവും ആദ്യം നമ്മുടെ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് അമിതമായിട്ട് കാലുകൾക്കൊക്കെ തന്നെ അല്ലെങ്കിൽ മസിൽസുകൾക്ക് ഭയങ്കരമായിട്ട് വേദനകൾ വരിക എന്നുള്ളത്. കാരണം വിറ്റമിൻ ഡി മസിൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലുകളുടെ മസിൽസുകൾക്ക്, കൈകൾക്കൊക്കെ തന്നെ ഈ മസിൽസുകൾക്ക് പ്രധാനമായിട്ടും വേദനകൾ വരിക എന്നുള്ളത്. മറ്റൊന്ന്, രാത്രിയിൽ ഉറക്കം കുറവായിട്ട് വരിക, പ്രോപ്പറായിട്ട് സ്ലീപ്പ് ലഭിക്കാതെ വരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലുകളുടെ ആരോഗ്യത്തെ പറ്റിയിട്ടാണെങ്കിൽ, എല്ലുകൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ചെറിയ രീതിയിൽ സ്ലിപ്പ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അപ്പോൾ തന്നെ നമ്മൾ കാലിന്റെ എല്ല് ഒടിയുക അല്ലെങ്കിൽ കൈയുടെ എല്ല് പെട്ടെന്ന് തന്നെ ഒടിയുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇനി വിറ്റമിൻ ബി അല്ലെങ്കിൽ വിറ്റമിൻ B12 നമ്മുടെ ശരീരത്തിൽ കുറവായിട്ടുണ്ടെങ്കിൽ കാണിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഞരമ്പുകളുടെ ആരോഗ്യം കുറഞ്ഞു വരിക എന്നുള്ളതാണ്. ഇതുമൂലം നമുക്ക് ശരീരത്തിലൊക്കെ തന്നെ വേദനകൾ വരാം. കൂടെ തന്നെ നമുക്ക് കൈകൾക്ക്, കാലുകൾക്കൊക്കെ തന്നെ ചിലർക്ക് അവർക്ക് അമിതമായിട്ട് ചുട്ടുപൊകച്ചിന്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ മരപ്പ്, തരിപ്പ് മുതലായിട്ടുള്ള, കറണ്ട് അടിക്കുന്ന പോലെയുള്ള തരിപ്പ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനം എടുക്കുന്ന സമയത്ത് കൺഫ്യൂഷൻസ് വരിക, നമുക്ക് മെന്റൽ ക്ലാരിറ്റി കിട്ടാതെ വരിക എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഫോക്കസ് കിട്ടാതിരിക്കുക, കോൺസെൻട്രേഷൻ, അവർ പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധക്കുറവ് അമിതമായിട്ട് വരിക, എപ്പോഴും ക്ഷീണം അല്ലെങ്കിൽ കുറച്ച് സമയം വായിക്കുമ്പോൾ തന്നെ ഉറക്കം വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവരിൽ വിറ്റമിൻ ഡിയുടെയും അതുപോലെ തന്നെ വിറ്റമിൻ ബിയുടെയും കുറവ് മൂലമായിരിക്കും ഉണ്ടാവുന്നത്. ഇനി നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡിയും വിറ്റമിൻ ബിയും ലഭിക്കുന്നത് ചില ഭക്ഷണങ്ങളിലൂടെ നമുക്ക് ലഭിക്കാറുണ്ട്. വിറ്റമിൻ ഡി എന്ന് പറയുന്നത് പാലുൽപ്പന്നങ്ങളിലൂടെയും അതുപോലെ തന്നെ നമുക്ക് കൂണ് കഴിക്കുന്നതിലൂടെയും ഒക്കെ തന്നെ ലഭിക്കുന്നതാണ്. നമുക്ക് സൺലൈറ്റ് എക്സ്പോസ് ചെയ്യുന്നതിലൂടെയാണ് കൂടുതലായിട്ടും വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നത്. അല്ലെങ്കിൽ വിറ്റമിൻ ഡി നമുക്ക് ശരീരത്തിൽ ലഭിക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ രാവിലെ 10:30 തൊട്ട് വൈകുന്നേരം 3:30 വരെയുള്ള വെയിലിന്റെ ആ ഒരു സമയത്തിന്റെ ഉള്ളിലുള്ള വെയിലാണ് കൊള്ളേണ്ടത്. വെയിൽ കൊള്ളുന്ന സമയത്ത് നാഭിയുടെ ഭാഗം അല്ലെങ്കിൽ വയറിന്റെ ഭാഗം, നെഞ്ചിന്റെ ഭാഗം, അതുപോലെ കൈകൾ, കാലുകളിലൊക്കെ തന്നെ എള്ളെണ്ണ പുരട്ടിയതിനു ശേഷം ഇത് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് വിറ്റമിൻ ഡി ആഗിരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു ദിവസത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ ഡി ലഭിക്കുന്നതാണ്. ഇനി അങ്ങനെ ലഭിക്കാൻ കഴിയാത്തവർക്ക് ഈ ഒരു ഞാൻ അവസാനം പറയാൻ പോകുന്ന ഈ ഒരു ഭക്ഷണ രീതി നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. വിറ്റമിൻ ബി നമുക്ക് ലഭിക്കുന്നത് ഒന്ന് ആനിമൽ സോഴ്സിലൂടെ, മുട്ട, ഇറച്ചി, മീന് മുതലായിട്ടുള്ളവയിലും അതുപോലെ തന്നെ നമുക്ക് പാലുൽപ്പന്നങ്ങളിലും ലഭിക്കുന്നതാണ്. കൂടെ തന്നെ നമുക്ക് ഫെർമെന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പുളിപ്പിച്ചിട്ടുള്ള പല ഫ്രൂട്ട്സുകളിലൂടെ, കാരണം വിറ്റമിൻ ബി എന്ന് പറയുന്നത് ബാക്ടീരിയൽ ആയിട്ട് നിർമ്മിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ
ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ വിറ്റമിൻ B12 നമ്മുടെ ശരീരത്തിൽ നമുക്ക് കൂട്ടാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ്. ചില വെജിറ്റബിൾസുകളിലും ഒക്കെ തന്നെ ഇത് അവൈലബിൾ ആണ്. അപ്പൊ ഇപ്പൊ പറയാൻ പോകുന്ന രീതി എന്ന് പറയുന്നത് വെജിറ്റേറിയൻസിനും കഴിക്കാൻ കഴിയുന്ന ഒരു ഭക്ഷണ രീതിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഈ ഒരു ഭക്ഷണ രീതി ഉണ്ടാക്കാൻ വേണ്ടി 4 ചേരുവകളാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്ന് ആപ്പിൾ ആണ് വരുന്നത്. ആപ്പിളില് വിറ്റമിൻ B1, B2, B3, B6 മുതലായിട്ടുള്ളവയും. രണ്ടാമത് നെല്ലിക്കയാണ് വരുന്നത്. നെല്ലിക്കയിൽ വിറ്റമിൻ C സമർത്ഥമായിട്ടുണ്ട്. ഈ വിറ്റമിൻ C എന്ന് പറയുന്നത് വിറ്റമിൻ ബിനെയും വിറ്റമിൻ ഡിനെയും നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ ആഗിരണം ചെയ്യാൻ ഏറെ ഗുണകരമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിറ്റമിൻ C അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എപ്പോഴും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏറെ ഗുണകരമായിരിക്കും. മൂന്നാമതായിട്ട് വരുന്നത് ബീട്രൂട്ട് ആണ്. ബീട്രൂട്ടിലും വിറ്റമിൻ B സമർത്ഥമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നാലാമതായിട്ട് വരുന്നത് ക്യാരറ്റ് ആണ്. ക്യാരറ്റില് ബീറ്റാ കരോട്ടിൻ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് വിറ്റമിൻ C സമർത്ഥമായിട്ടുള്ളതാണ്. ഇത് നമ്മുടെ രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടും രക്ത ഉൽപാദനത്തിന് വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നതാണ്. അപ്പൊ ഈ 4 ചേരുവകളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറയുന്നത് ആപ്പിൾ എടുക്കേണ്ട അളവ് 1 ആപ്പിൾ ആണ് എടുക്കേണ്ടത്. നെല്ലിക്ക എടുക്കേണ്ടത് 2 അല്ലെങ്കിൽ 3 നെല്ലിക്ക നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ബീട്രൂട്ട് എടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ബീട്രൂട്ട് എടുക്കാം. ഇനി നാലാമതായിട്ട് വരുന്നത് ക്യാരറ്റ് ആണ്. ക്യാരറ്റും ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ക്യാരറ്റും എടുക്കാം. ബീട്രൂട്ടിന്റെയും ക്യാരറ്റിന്റെയും തൊലി നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കിയതിനു ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. അതുപോലെ ആപ്പിളും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കേണ്ടതാണ്. നെല്ലിക്ക നമുക്കൊന്ന് ചതച്ചിട്ടെടുക്കുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഇടാൻ പറ്റുന്നതാണ്. വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇടുമ്പോഴാണ് അത് പൂർണ്ണമായിട്ട് നമുക്ക് ഈ ഒരു ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നത്. ഇത് നമ്മളൊരു ചില്ലിന്റെ ജാറിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസുകളെല്ലാം തന്നെ ചില്ലിന്റെ ജാറിൽ ഇട്ട് വെക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളത്തോളം അല്ലെങ്കിൽ ഇത് ഒന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു വെക്കുക. അത് നമ്മൾ തിളപ്പിച്ച് ആറി വെച്ചിട്ടുള്ള വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരം. എന്നിട്ട് അത് ഒഴിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് 1 സ്പൂൺ അളവായിട്ടുള്ള ഉപ്പ്, നിങ്ങൾക്ക് അമിതമായിട്ട് ഉപ്പിന്റെ അളവ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാം. 1/2 സ്പൂൺ തൊട്ട് 1 സ്പൂൺ വരെയുള്ള അളവിലാണ് നമ്മൾ ഉപ്പിട്ട് വെക്കേണ്ടത്. എന്നിട്ട് ഇത് അടച്ചിട്ട് ഈ ഒരു ജാർ അടച്ചതിന് ശേഷം ഇത് നമ്മൾ വെയിലത്ത് വെക്കേണ്ടതാണ്. അതായത് നമുക്കൊരു ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് 6 മണിക്കൂർ തൊട്ട് 7 മണിക്കൂർ വരെയാണ് നമ്മൾ വെയിലത്ത് വെക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ദിവസത്തിലാവുമ്പോഴേക്കും അത് നമുക്ക് ഓരോ മണിക്കൂർ കുറച്ചിട്ട് വരാം. അതായത് 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ വെക്കുക. അങ്ങനെ മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും അതിലും അളവ് കുറച്ചിട്ട് വരിക. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം നമ്മൾ രാവിലെ തൊട്ട് വെയിലത്ത് വെച്ചിട്ട് തിരിച്ച് നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് ഇത് നമ്മൾ ആ ഒരു മൂടി ഒന്ന് ജസ്റ്റ് തുറന്നു കൊടുക്കണം. കാരണം അതിന്റെ ഗ്യാസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൂടി തുറന്നു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് അടച്ചു വെക്കുക. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെയാണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് എല്ലാ ദിവസവും, അതായത് 3 ദിവസം വരെ നമ്മൾ പുറത്ത് വെക്കുക. 4ാമത്തെ ദിവസം നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ വെയിൽ കൊള്ളിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള ഈ മിശ്രിതം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ 1 ടേബിൾ സ്പൂൺ എടുക്കുമ്പോൾ തന്നെ ഇതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ അളവ് തൊട്ട് 1/2 സ്പൂൺ അളവായിട്ടുള്ള വെളിച്ചെണ്ണയോ നെയ്യോ ഇല്ലെന്നുണ്ടെങ്കിൽ എള്ളെണ്ണയോ ഇവയിൽ ഏതെങ്കിലും ഒരു എണ്ണ നിങ്ങൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് വേണം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പ്രധാനമായിട്ടും നമുക്ക് ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വിറ്റമിൻസ് ആണ് വിറ്റമിൻ A, വിറ്റമിൻ D, E, K മുതലായിട്ടുള്ളവയൊക്കെ തന്നെ. ഇവ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഫാറ്റും ആവശ്യമാണ്. അതുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ഇല്ലെങ്കിൽ എള്ളെണ്ണയോ നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നമ്മൾ ചോറിൻ്റെ കൂട്ടത്തിൽ ഭക്ഷണത്തിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മുടെ സാലഡ്സിൻ്റെ കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഈ സാലഡ്സിനകത്തേക്കും ഇതുപോലെ തന്നെ കുറച്ച് എണ്ണ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം സാലഡ്സിൽ മിക്സ് ചെയ്ത് കഴിക്കാം. ഇതിൻ്റെ വെള്ളം നിങ്ങൾക്ക് സാലഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇങ്ങനെ കഴിക്കുന്നതിലൂടെ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ഭക്ഷണത്തിനെ കഴിക്കുന്നതിലൂടെ നമ്മുടെ വയറിൻ്റെ നല്ല ബാക്ടീരിയസിനെ കൂട്ടാൻ ഏറെ ഗുണകരമാണ്. വിറ്റമിൻ B12 എന്ന് പറയുന്നത് അത് ഇംപ്രൂവ് ആവുന്നത് നല്ല ബാക്ടീരിയാസ് കൂടുന്ന സമയത്താണ്, നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയാസ് വരുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ കുടലിൽ നല്ല ബാക്ടീരിയാസ് കീപ്പ് ചെയ്ത് വെക്കുക. ഇത് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ട് ഏറെ ഗുണകരമാണ്. അപ്പം ഈ രീതികളിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മളിത് കഴിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത്
ഉച്ച സമയത്തും അതുപോലെ തന്നെ വൈകുന്നേരം ഭക്ഷണത്തിനോടൊപ്പം കഴിക്കാം. സാലഡ്സ് കഴിക്കാനാണെങ്കിൽ രാവിലെ 11 മണി സമയത്ത് 4 മണി സമയത്ത് നിങ്ങൾക്ക് സാലഡ്സിനൊപ്പം ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മിശ്രിതം എന്ന് പറയുന്നത് ഏകദേശം ഒരാഴ്ച വരെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ നെക്സ്റ്റ് കാര്യം ഉണ്ടാക്കി വെക്കേണ്ടതാണ്. അതുപോലെ ഇത് നമുക്കൊരു 1.5 തൊട്ട് 2 മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകൾ കുറയുന്നതും ഉറക്കം ലഭിക്കുന്നതും അതുപോലെ മെന്റൽ ക്ലാരിറ്റി ലഭിക്കുന്നതും ഒക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ തരത്തിലുള്ള വിറ്റമിൻസുകളുടെ കുറവ് മൂലം ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറാനായിട്ട് ഏറെ ഗുണകരമാണ്. ഇത് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ തന്നെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതുമാണ്. ഈ ഒരു രീതി എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും ഉപയോഗിച്ചു പോരുന്നതാണ്. അവരുടെ പുരാതനമായിട്ടുള്ള ഭക്ഷണ രീതികളാണ്. ജപ്പാനില് അതുപോലെ ആഫ്രിക്കയിലൊക്കെ തന്നെ ഇതിന്റെ വിവിധ പേരുകളാണ്, വിവിധ രീതികളിലും ഉപയോഗിക്കാറുണ്ട്. പല പച്ചക്കറികളൊക്കെ ആഡ് ചെയ്തിട്ട് ചിലർ കുക്കുംബർ ആഡ് ചെയ്യാറുണ്ട്, ചിലർ നമ്മൾ ക്യാബേജ് ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള രീതികളിലൊക്കെ തന്നെ നമുക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ 3-4 ദിവസം വെയിലത്ത് വെച്ച് അത് സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ നല്ല ബാക്ടീരിയസ്, വയറിലെ നല്ല ബാക്ടീരിയാസ് കൂട്ടാൻ ഏറെ ഗുണകരമാണെന്നാണ്. കാരണം നല്ല ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ വയറ്റിലെ അഴുക്ക് അല്ലെങ്കിൽ മാലിന്യങ്ങൾ പുറന്തള്ളാൻ വേണ്ടിയിട്ടും ഏറെ നല്ലതാണ്. ഈ രീതികളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വെയിൽ കൊള്ളുന്നത് ഏറ്റവും ഗുണകരമായിരിക്കും. ഇന്നത്തെ വീഡിയോ പറ്റിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.